രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച BJP നേതാവ് ആർ ശ്രീലേഖ ഇത്ര നാൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ലെന്ന് ശ്രീലേഖയുടെ ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വമ്പന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണോ ഈ നീക്കമെന്നും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ഫേസ്ബുക്കിൽ ചോദിച്ചു. ഷബീദ് റാവുത്തർ വിവരങ്ങൾ നൽകുന്നു. പറയൂ ഷബീദ്. ഇന്ന് മോർണിംഗ് ഷോയിൽ അല്പസമയം മുൻപാണ് നമ്മൾ ഈ അധിക്ഷേപം, അതായത് ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ അക്കാര്യത്തിൽ നടപടിയെടുക്കും എന്നുള്ള കാര്യം പോലീസിൽ നിന്ന് നമ്മൾ ആ വാർത്ത നൽകുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ പോലീസ് ചില വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡിലെ BJP സ്ഥാനാർത്ഥിയും IPS ഉദ്യോഗസ്ഥയുമായിട്ടുള്ള ആർ ശ്രീലേഖ ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ സമാനമായൊരു ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. അതിൽ പറയുന്നത് ഇത്രനാൾ എന്തുകൊണ്ട് അതിജീവിത പരാതി നൽകിയില്ല എന്നുള്ളതാണ് ആർ ശ്രീലേഖയുടെ ചോദ്യം. ഇപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയെന്നും ശ്രീലേഖയുടെ FB പോസ്റ്റിൽ പറയുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വമ്പന്മാരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ ആണോ നീക്കം എന്നും ശ്രീലേഖയുടെ ചോദ്യം. ഏതായാലും ആ ചോദ്യം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട്. ഈ അധിക്ഷേപ പരാമർശങ്ങൾ അതൊരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് പോലീസിനുണ്ട്. പോലീസ് ഇക്കാര്യങ്ങളിലൊക്കെ വിവരശേഖരണം നടത്തുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം ഏറ്റവും ഒടുവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അദ്ദേഹത്തിനെതിരെ ചുമത്തിയ വകുപ്പുകളുടെ കൃത്യമായിട്ടുള്ള വിവരം അതിപ്പോൾ പുറത്തു വരുന്നുണ്ട്. BNSന്റെ പല വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് രാഹുലിനെതിരെ. BNS 64 ബലാത്സംഗം, അതേപോലെ BNS 64(2) നിരന്തരം പീഡിപ്പിക്കൽ, അതേപോലെ BNS 64F അത് ഉപദ്രവിച്ചുള്ള പീഡനം നടക്കമുള്ള കാര്യങ്ങൾ, 64H അത് അധികാരം ഉപയോഗിച്ച് ഒരു അതോറിറ്റി തൻ്റെ അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ, 64M തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ, 89 അത് പഴയ IPCയിലെ 312 വകുപ്പാണ് ഗർഭചിത്രം, അതേപോലെ BNS 316 വിശ്വാസവഞ്ചന അത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന വകുപ്പുണ്ട്. കൂടാതെ IT ആക്ട് 68E രാഹുലിനെതിരെ ചുമത്തിയ FIR ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നു പോലീസ്. താങ്ക് യു ഷബീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.